2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭാ MP പദവി പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒരിക്കൽ കൂടി ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന സൂചനകളാണ് മാണി ഗ്രൂപ്പ് വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. 2021 ദയനീയമായി പരാജയപ്പെട്ട സ്വന്തം തട്ടകമായ പാലായിലായിരിക്കില്ല, നേരെ മറിച്ച് 2026 ജോസ് കെ മാണി മത്സരിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാകുമെന്നും കേരള കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യസഭാ MP എന്ന നിലയിലുള്ള കോടികളുടെ ആസ്തി വികസന ഫണ്ടിൽ ഭൂരിഭാഗവും ജോസ് കെ മാണി ഇപ്പോൾ ചെലവഴിക്കുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. ഇതിനു പുറമെയാണ് കുറവലങ്ങാട് സയൻസ് സിറ്റിയുടെ സ്ഥാപകനും ഉപജ്ഞാതാവും താനാണ് എന്ന തരത്തിലുള്ള ജോസ് കെ മാണിയുടെ PR സ്റ്റണ്ടുകൾ. എന്തൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് പാലായേക്കാൾ തങ്ങളുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മണ്ഡലമാണ് KM മാണിയുടെ ജന്മദേശമായ മരങ്ങാട്ടുപള്ളി കൂടി ഉൾപ്പെടുന്ന കടുത്തുരുത്തി എന്നാണ്. ഏറ്റവും അധികം പ്രവർത്തകരും സംഘടനാ സംവിധാനവും പാർട്ടിക്ക് കടുത്തുരുത്തിയിലുണ്ട് എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് ജോസ് കെ മാണിക്ക് അനായാസേന വിജയിച്ചു കയറാമെന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ സ്വപ്നം കാണുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു ചിന്തയാണ് എന്ന് മനസ്സിലാക്കുവാൻ കടുത്തുരുത്തി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയ ചരിത്രവും കടുത്തുരുത്തി മണ്ഡലത്തിന്റെ സിറ്റിംഗ് MLA ആയ മോൻസ് ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ചരിത്രവും വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1996 തന്റെ 32-ാം വയസ്സിലാണ് ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മോൻസ് ജോസഫ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അന്ന് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിരുന്ന സിറ്റിംഗ് MLA PM മാത്യുവിനെ 15,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് യുവാവായ മോൻസ് ആദ്യമായി കേരള നിയമസഭയിൽ എത്തിച്ചേരുന്നത്. എന്നാൽ 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫിനെതിരെ ക്നാനായ വിഭാഗത്തിൽപ്പെട്ട യുവ കേരള കോൺഗ്രസ് നേതാവായ സ്റ്റീഫൻ ജോർജിനെ KM മാണി കളത്തിലിറക്കി. കടുത്ത മത്സരത്തിനൊടുവിൽ 4,000-ഓളം വോട്ടുകൾക്ക് മോൻസ് ജോസഫ് സ്റ്റീഫൻ ജോർജിനോട് പരാജയപ്പെടുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിന്റെയും UDFന്റെയും വിജയത്തിൽ നിർണായകമായത് ക്നാനായ സമുദായ അംഗമായ സ്റ്റീഫന് ആ സമുദായത്തിൽ നിന്ന് ലഭിച്ച നിർണായകമായ പിന്തുണയാണ്. എന്നാൽ 2006 തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിന്റെ പ്രതിനിധിയായി മോൻസ് ജോസഫ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിയിൽ രംഗത്തിറങ്ങുകയും സിറ്റിംഗ് MLA ആയ സ്റ്റീഫൻ ജോർജിനെ കടുത്ത മത്സരത്തിനൊടുവിൽ 2,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കടുത്തുരുത്തി മണ്ഡലം തിരികെ പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഇടതുമുന്നണിയുടെ ഭാഗമായി 3 വട്ടം നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അതിൽ 2 വട്ടവും വിജയിച്ചു കയറുവാൻ മോൻസ് ജോസഫിന് സാധിച്ചു. പിന്നീട് 2011 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപെയാണ് കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ ലയനമുണ്ടാകുന്നതും PJ ജോസഫും കൂട്ടരും UDFന്റെ ഭാഗമായി തിരികെ എത്തുന്നത്. 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചിഹ്നത്തിൽ തന്റെ ജീവിതത്തിൽ ആദ്യമായി 2 ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ മാണി ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ സ്റ്റീഫൻ ജോർജാണ് അദ്ദേഹത്തിന് എതിരാളിയായി എത്തിയത്. ക്നാനായ വോട്ടുകൾ നിർണായകമായ ഈ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ക്നാനായ സമുദായ അംഗമായ സ്റ്റീഫനെ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മോൻസ് പരാജയപ്പെടുത്തിയത്. അങ്ങനെ 2001 2006 2011 കടുത്തുരുത്തി മണ്ഡലം സാക്ഷ്യം വഹിച്ചത് സ്റ്റീഫൻ ജോർജ് മോൻസ് ജോസഫ് പോരാട്ടത്തിലായിരുന്നു. അതിൽ 2 വട്ടവും വിജയിച്ച് മോൻസ് തന്റെ മേധാവിത്വം കടുത്തുരുത്തിയിൽ അരക്കെട്ട് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2016 പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെമ്പാടും ഇടതു തരംഗം ആഞ്ഞു വീശിയപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ആ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച സ്കറിയ തോമസിനെ 42,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മോൻസ് പരാജയപ്പെടുത്തിയത്. കോട്ടയം ജില്ലയിൽ നിന്ന് ജനപ്രതിനിധികളായിട്ടുള്ള KM മാണിക്കോ ഉമ്മൻചാണ്ടിക്കോ പോലും ഇത്തരമൊരു ഭൂരിപക്ഷം തങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് നേടാനായിട്ടില്ല. കോട്ടയം ജില്ലയുടെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് സ്കറിയ തോമസിനെതിരെ മോൻസ് ജോസഫ് നേടിയത്. പിന്നീട് 2021 PJ ജോസഫും ജോസ് കെ മാണിയും പിളർന്നതിന് ശേഷം UDFന്റെ പ്രതിനിധിയായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തന്റെ 6ാം തിരഞ്ഞെടുപ്പിന് കടുത്തുരുത്തിയിൽ നിന്ന് കളത്തിലിറങ്ങിയ മോൻസ് ജോസഫ് 4,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റീഫൻ ജോർജിനെ പരാജയപ്പെടുത്തി. 2016 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ മോൻസിന്റെ ഭൂരിപക്ഷം 10-1 ചുരുങ്ങിയത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങൾ 2026 ജോസ് കെ മാണി ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരത്തിനിറങ്ങുമെന്നും മോൻസിനെ പരാജയപ്പെടുത്തുമെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ശക്തമായ ഇടത് തരംഗമുണ്ടായിട്ടും ക്നാനായ സമുദായത്തിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടും സ്റ്റീഫൻ ജോർജ് 4,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്നുള്ളത് ജോസ് കെ മാണിക്ക് ഈ മണ്ഡലത്തിൽ വിജയസാധ്യത തീരെയില്ല എന്ന് തെളിയിക്കുന്ന വസ്തുതയാണ്. അതിനുശേഷം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ക്നാനായ സമുദായ അംഗമായ തോമസ് ചാഴികാടൻ മത്സരിച്ചപ്പോൾ കേരള കോൺഗ്രസ് വൃത്തങ്ങൾ അവകാശപ്പെട്ടത് ഫ്രാൻസിസ് ജോർജ് എന്ന PJ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ചാഴികാടൻ കടുത്തുരുത്തിയിൽ നിന്ന് നേടുമെന്നായിരുന്നു.
എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 11,500 വോട്ടിലധികം ഭൂരിപക്ഷമാണ് ഫ്രാൻസിസ് ജോർജ് എന്ന മണ്ഡലത്തിൽ സുപരിചിതനല്ലാത്ത, ക്നാനായ സമുദായ അംഗമല്ലാത്ത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി UDFന്റെ പ്രതിനിധി ഇവിടെ തോമസ് ചാഴികാടന്റെ മേൽ നേടിയെടുത്തത്. ഇതിന് പിന്നിൽ മോൻസിന്റെ ശക്തമായ പ്രവർത്തനമായിരുന്നു എന്ന യാഥാർത്ഥ്യവും നാം ഓർക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് കണക്കിന്റെ ആനുകൂല്യം മാത്രമല്ല മോൻസ് ജോസഫിന്റെ കടുത്തുരുത്തിയിലെ ശക്തി എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. താൻ ജനപ്രതിനിധിയായ കാലഘട്ടങ്ങളിലെല്ലാം മണ്ഡലത്തിൽ സജീവമായി നിറഞ്ഞു നിന്നതും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതും ജനകീയ വിഷയങ്ങളിലെ സജീവ സാന്നിധ്യമായി മാറിയതുമാണ് മോൻസിന് കടുത്തുരുത്തിയിൽ മറ്റേതൊരു സ്ഥാനാർത്ഥിയേക്കാളും സ്വാധീനം നൽകുന്നത്. 2007 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രി പദവി കൂടി അലങ്കരിച്ച മോൻസ് ജോസഫ് ആ കാലഘട്ടത്തിൽ കടുത്തുരുത്തിക്ക് സമ്മാനിച്ചത് സ്വപ്നതുല്യമായ വികസന നേട്ടങ്ങളാണ്. ഇനി 2026 UDFന് അധികാരം ലഭിക്കുകയാണെങ്കിൽ PJ ജോസഫ് മത്സരരംഗത്തുണ്ടാകാത്ത സാഹചര്യത്തിൽ UDF മന്ത്രിസഭയിൽ മോൻസ് ജോസഫ് മന്ത്രിയാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇതിനെല്ലാം പുറമെയാണ് കേരളത്തിൽ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ ഇടതുവിരുദ്ധ മനോഭാവത്തിന്റെ ആനുകൂല്യം മോൻസിന് കടുത്തുരുത്തിയിൽ ലഭിക്കാൻ പോകുക. ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ശക്തമായ ഇടതു തരംഗത്തിന്റെ ആനുകൂല്യത്തിലും സ്വന്തം തട്ടകമായ സ്വന്തം പിതാവ് അരനൂറ്റാണ്ടിലേറെ പ്രതിനിധാനം ചെയ്ത പാലായിൽ 15,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ജോസ് കെ മാണിക്ക് മോൻസ് ജോസഫിനെ പോലെ ശക്തനായ ഒരു ജനപ്രതിനിധിയെ UDF നേതാവിന് ഒരു കാരണവശാലും കടുത്തുരുത്തിയിൽ പരാജയപ്പെടുത്താനാവില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.